അതുകൊണ്ടാണ് പലരും പറയുന്നത് ഞാൻ വാഹനം എടുത്തു കഴിഞ്ഞ് എൻ്റെ കമ്പനി വന്ന ബാറ്ററി ഒരു 5 വർഷം കിട്ടി. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2.5 വർഷമായിട്ടുള്ളൂ ഞാൻ വാഹനം എടുത്തിട്ട്. 2.5 വർഷം കൊണ്ട് വാഹനത്തിന്റെ ബാറ്ററി പോയി. എത്ര പേർക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്? അതായത് 2.5 വർഷം കൊണ്ട് തന്നെ നമ്മുടെ കമ്പനി വന്ന ബാറ്ററി പെട്ടെന്ന് പോയി, പിന്നെ പുതിയ ബാറ്ററി മാറേണ്ടി വന്നു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററിയുടെ കംപ്ലൈന്റ് ആണോ, വാഹനത്തിന്റെ കംപ്ലൈന്റ് ആണോ, അതോ നമ്മൾ നോക്കുന്നതിന്റെ പ്രശ്നമാണോ? ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കുന്നതിന്റെ പ്രശ്നം തന്നെയാണ്. അതായത് നമ്മുടെ വാഹനം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ്. കാരണം നമ്മുടെ വാഹനം ഏതെങ്കിലും ഒരു സമയത്ത് ബാറ്ററി ഡ്രെയിൻ ആയി പോയിട്ടുണ്ടെങ്കിൽ, അതായത് ഫുൾ ആയിട്ട് ഡ്രെയിൻ ആയി പോയിട്ടുണ്ടെങ്കിൽ, എക്സാമ്പിൾ നമ്മുടെ വാഹനത്തിനകത്ത് കയറി സ്റ്റാർട്ട് ചെയ്യാതെ പാട്ടിട്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ലൈറ്റ്സ്, അതായത് പാർക്ക് ലൈറ്റോ ഹെഡ് ലൈറ്റോ വല്ല നമ്മൾ അറിയാതെ ഓൺ ആയി കിടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും രീതിക്ക് നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടി കണക്ട് ചെയ്ത് കീ ഓൺ ചെയ്തിട്ട് വാഹനത്തിനകത്തിരുന്ന് മൊബൈലൊക്കെ ചാർജ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഓരോ രീതിക്ക് നമ്മുടെ വാഹനത്തിന്റെ ബാറ്ററി ഡ്രെയിൻ ആയി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 100% ആ ഒരു ബാറ്ററി 2.5 വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും തീരും. അപ്പൊ എന്തുകൊണ്ട് ഇത് നേരത്തെ പോകുന്നില്ല? കാരണം ഒരു 2-2.5 വർഷം സുഖമായിട്ടൊരു വാഹനത്തിന്റെ ബാറ്ററി നിൽക്കും. അതിപ്പോ നമ്മൾ എന്ത് രീതി ചെയ്യുമെന്ന് പറഞ്ഞാലും, കാരണം ഫുൾ ഡ്രെയിൻ ആയി കഴിയുമ്പോൾ നമ്മൾ പിന്നെയും കൊണ്ടുപോയി ചാർജ് ചെയ്യും. ഇത് ചാർജ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വാഹനത്തിൽ ഇൻസ്റ്റാൾ ചെയ്യും, ഒരു കുഴപ്പമില്ലാതെ ഓടും. പക്ഷേ അന്നേരം സെല്ലിന് കംപ്ലൈന്റ് ഉണ്ടാകുന്നുണ്ട്. ആരും അറിയാതെ പോകുന്നതാണ്. വാഹനത്തിന്റെ സെല്ല് കംപ്ലൈന്റ് വന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ, അതായത് ഏകദേശം ഒരു 2-2.5 വർഷം കഴിയുമ്പോൾ ഇത് റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങത്തുള്ളൂ. അങ്ങനെ ഈ ഒരു പ്രോബ്ലം വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു ഓപ്ഷനും ഇല്ല, വാഹനത്തിന്റെ ബാറ്ററി റീപ്ലേസ് ചെയ്യാന്നൊരു ഓപ്ഷനേ ഉള്ളൂ. അതുകൊണ്ടാണ് പലരും പറയുന്നത് ഞാൻ വാഹനം എടുത്തു കഴിഞ്ഞ് എൻ്റെ കമ്പനി വന്ന ബാറ്ററി ഒരു 5 വർഷം കിട്ടി എന്നൊക്കെ പറയുന്നതിന്റെ കാര്യം വേറൊന്നുമല്ല, നന്നായിട്ടുള്ള മെയിൻ്റെനൻസ് ആണ്. അതായത് റഫ്യൂസ് ഞാൻ ഉദ്ദേശിച്ചത് ഇതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ആക്സസറീസ് എല്ലാം ഓൺ ആയി കിടന്ന് വാഹനം സ്റ്റാർട്ട് ചെയ്യാതെ അല്ലെങ്കിൽ ബാറ്ററി ചാർജ് ആകാതെ ഓട്ടം കുറവുള്ള വാഹനങ്ങളിൽ മാസത്തിൽ ഒന്നൊക്കെ മാത്രം സ്റ്റാർട്ട് ചെയ്ത് 5 മിനിറ്റ് പോലും സ്റ്റാർട്ടാക്കി ഇടാതെ അങ്ങ് ഓഫ് ചെയ്യും. ഇങ്ങനെയൊക്കെ കാണിക്കുന്നതാണ് നമ്മൾ വാഹനത്തിന്, അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിന്റെ ബാറ്ററിക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു നെഗറ്റീവ് സൈഡ്. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. കഴിവതും വാഹനത്തിന്റെ ബാറ്ററി യൂസ് ചെയ്യുമ്പോൾ, കൺസ്യൂം ചെയ്യുന്ന സമയത്ത്, അതായത് എന്തെങ്കിലും ആക്സസറീസ് ഓൺ ചെയ്തിടുകയോ അല്ലെങ്കിൽ പാട്ട് കേൾക്കുകയോ അങ്ങനെ എന്തെങ്കിലും, ബ്ലോറിന്റെ ഫാൻ അല്ലെങ്കിൽ ബ്ലോർ ഓൺ ആക്കിയിടുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 100% നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടുകൊണ്ട് വേണം ഈ ഒരു ഫംഗ്ഷൻ ചെയ്യാൻ. കാരണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100% ഉറപ്പിക്കാൻ നമ്മുടെ വാഹനത്തിന്റെ ബാറ്ററിക്ക് നല്ല ലൈഫും കിട്ടും. ഒരു കാരണവശാലും പെട്ടെന്നൊന്നും കംപ്ലൈന്റ് വരത്തില്ല. ഇപ്പൊ വാറണ്ടി ഉണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് പേര് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. 2.5 വർഷമൊക്കെ കമ്പനി വാഹനത്തിന്റെ കമ്പനി ബാറ്ററീസിനൊക്കെ 2 ഇയേഴ്സ് മാത്രമേ കിട്ടുന്നുള്ളൂ. പുറത്തുനിന്ന് മേടിക്കുന്ന, അതായത് പുതിയ മേടിക്കുന്ന വാഹനത്തിന്റെ ബാറ്ററീസിനൊക്കെ നമുക്കൊരു 4 ഇയേഴ്സ് വരെ, അല്ല 3 to 4 ഇയേഴ്സ് വരെ ലൈഫ് കിട്ടുന്നുണ്ട്. മീൻസ് ലൈഫ് അല്ല, വാറണ്ടി കിട്ടുന്നുണ്ട്. അപ്പൊ വാറണ്ടി പീരിയഡിനകത്ത് ചിലപ്പോൾ ഈ കംപ്ലൈന്റ് വരണമെന്നില്ല. അതുകൊണ്ട് കഴിവതും നല്ല രീതിക്ക് നമ്മുടെ വാഹനത്തിന്റെ ബാറ്ററി നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ലൈഫ് കിട്ടുന്നതായിരിക്കും.